ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് നാമകരണം ചെയ്യുന്നതിന്, ആദ്യാക്ഷരം കുറിക്കുന്നതിന് ഉപകാരപ്പെടുന്ന രീതിയിൽ മലയാള മാസത്തിലെ മേടം മുതൽ മീനം വരെ ഉള്ള രാശികൾക്ക് ഓരോ അക്ഷരങ്ങൾ ഉപയോഗിക്കാം, ഏതെല്ലാം അക്ഷരങ്ങൾ ഉപയോഗിക്കാം എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. രാശിക്കൂറ് എന്ന് പറയുന്നത് ജാതകത്തിലെ ചന്ദ്രൻ ച എന്നെഴുതിയിട്ടുള്ളത് ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതിനടിസ്ഥാനമാക്കിയാണ്. കുട്ടി ജനിച്ച കൂറ് ഏതാണെന്ന് നോക്കി അതിൽ നിന്നും 1, 3, 5, 7, 9, 11 എന്നീ കൂറുകളുടെ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പേരിൻ്റെ ആദ്യാക്ഷരമായി സ്വീകരിക്കാവുന്നതാണ്. ആദ്യം മേടം രാശിയിൽ ജനിച്ച ഒരു കുഞ്ഞ് അശ്വതി നക്ഷത്രമോ ഭരണി നക്ഷത്രമോ കാർത്തിക കാൽ 1-ാം പാദത്തിൽപ്പെടുന്നത്, ഇവ മൂന്നും ഇതിൽ വരുന്നതാണ്. മേടം രാശിയിൽ ജനിച്ച കുട്ടി, ആ കുട്ടിക്ക് മേടം രാശി 1-ാം രാശിയായും 3-ാം രാശി മിഥുനമായും 5-ാം രാശി ചിങ്ങം രാശിയായും 7-ാം രാശി തുലാം രാശിയായും 9-ാം രാശി ധനുരാശിയായും 11-ാം രാശി കുംഭം രാശിയായുമാണ് വരുന്നത്. അപ്പോൾ ഈ വരുന്ന എല്ലാ രാശികളിലെയും അക്ഷരങ്ങൾ സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. ഇടവം രാശിയിലാണ് കുഞ്ഞ് ജനിച്ചതെങ്കിൽ കുഞ്ഞിനിടാൻ പറ്റാവുന്ന അക്ഷരങ്ങളുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ ഏതെല്ലാം രാശികളിൽ വരുന്നത് എന്ന് നോക്കാം. ഇടവത്തിന് ഇടവത്തിലും അതുപോലെ കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം എന്നീ രാശികളിലത്തെ അക്ഷരങ്ങളാണ് ഉപയോഗിക്കാവുന്നത്. മിഥുനം രാശിക്കൂറിലാണ് ജനനമെങ്കിൽ മിഥുനത്തിലെയും ചിങ്ങം, തുലാം, ധനു, കുംഭം, മേടം എന്നിവയാകുന്നു. കർക്കിടകം രാശിക്കൂറിലാണെങ്കിൽ കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം, ഇടവം എന്നിവയാകുന്നു. ചിങ്ങരാശിക്കൂറിലാണെങ്കിൽ ചിങ്ങം, തുലാം, ധനു, കുംഭം, മേടം, മിഥുനം എന്നീ രാശിക്കൂറുകളും എടുക്കാം. കന്നി രാശിക്കൂറിലാണ് ജനനമെങ്കിൽ കന്നി, വൃശ്ചികം, മകരം, മീനം, ഇടവം, കർക്കിടകം എന്നീ രാശികളിലത്തെ അക്ഷരങ്ങൾ എടുക്കാം. തുലാം രാശിക്കൂറിലാണ് ജനനമെങ്കിൽ തുലാം, ധനു, കുംഭം, മേടം, മിഥുനം, ചിങ്ങം എന്നിവയും എടുക്കാം. വൃശ്ചിക രാശിക്കൂറിലാണ് ജനനമെങ്കിൽ വൃശ്ചികം, മകരം, മീനം, ഇടവം, കർക്കിടകം, കന്നി എന്നീ രാശിക്കൂറിലത്തെയും എടുക്കാം. ധനുരാശിക്കൂറിലാണ് ജനനമെങ്കിൽ ധനുരാശി, കുംഭം, മേടം, മിഥുനം, ചിങ്ങം, തുലാം എന്നീ രാശിക്കൂറിലത്തെ അക്ഷരങ്ങൾ എടുക്കാം. മകരം രാശിക്കൂറിലാണ് ജനനമെങ്കിൽ മകരം, മീനം, ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം എന്നീ രാശിക്കൂറുകളിലെ അക്ഷരങ്ങൾ എടുക്കാം. കുംഭം രാശിക്കൂറിലാണ് ജനനമെങ്കിൽ കുംഭം, മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു എന്നീ രാശിക്കൂറുകളിലെ അക്ഷരങ്ങൾ എടുക്കാം. മീനം രാശിക്കൂറിലാണ് ജനനമെങ്കിൽ മീനം, ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം എന്നീ രാശിക്കൂറിലെ അക്ഷരങ്ങളെല്ലാം എടുക്കാം.
കുഞ്ഞിന് ആദ്യാക്ഷരം കുറിക്കുക എന്നുള്ളത് കുടുംബപരമായ ഒരു ചടങ്ങായി അല്ലെങ്കിൽ തലമുറകളായി കൈമാറി വരുന്ന കുറേ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്കും രീതിയിലാണെങ്കിൽ അത് ഓരോരോ രീതിയിൽ ഓരോരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ട് ഉണ്ട്. അത് നോക്കി സ്വീകരിക്കാവുന്നതാണ്. അച്ഛൻ, അമ്മ ഇവരുടെ അച്ഛൻ്റെ വഴിക്ക് എന്ന് പറയുന്നത് പൂർവികമായി വരുന്നത് അച്ചച്ചൻ്റെ പേര് മൂത്ത കുട്ടിക്ക്, ആദ്യമായി ജനിക്കുന്ന ആൺകുട്ടിക്കും, അച്ചമ്മയുടെ പേര് ആദ്യമായി ജനിക്കുന്ന പെൺകുട്ടിക്കും സ്വീകരിച്ചു വരുന്നു. ആദ്യമായി ജനിക്കുന്ന ആൺകുട്ടിക്ക് അച്ചച്ചൻ്റെ പേരാണെങ്കിൽ രണ്ടാമത് ജനിക്കുന്ന ആൺകുട്ടിക്ക് അമ്മയുടെ അച്ഛൻ്റെ പേരാണ് സ്വീകരിച്ചു വരുന്നത്. അതുപോലെ രണ്ടാമത് ജനിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അമ്മയുടെ അമ്മമ്മയുടെ പേരാണ് സ്വീകരിച്ചു വരുന്നതായി കണ്ടുവരുന്നത്. അത് അല്ല എങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭാഗ്യ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ രാശിപ്രകാരം നോക്കി ഇടുന്നതെങ്കിൽ ഈ രീതിയും സ്വീകരിക്കാം. ഓരോ രാശിക്കും കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ മേടം മുതൽ മീനം വരെയുള്ളത് പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. അവ വേണ്ട പോലെ നോക്കി സ്വീകരിക്കാവുന്നതാണ്. ഇതിൽ മലയാളം അക്ഷരമാലകൾ ഉപയോഗിച്ച് കൊണ്ടുള്ള നാമകരണത്തിനെങ്ങനെയും ന്യൂമറോളജിക്കലി ചെക്ക് ചെയ്യുന്നതും അതുപോലെ ഇംഗ്ലീഷ് അക്ഷരമാല അനുസരിച്ച് ഇടുന്നതും വേറെ വേറെ ഉണ്ട്. അവരവരുടെ ഇഷ്ടാനുസരണം ഭാഗ്യ അക്ഷരങ്ങൾ നോക്കിയും അതുപോലെ ഗുണാനുഭവങ്ങൾ നോക്കിയും സ്വീകരിക്കാവുന്നതാണ്. ഓരോ രാശിക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുമുണ്ട്. ശുഭം.